ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ മക്കളെ, രാവിലെ തന്നെ നമ്മൾ അടുക്കളയൊക്കെ ഇറങ്ങി വന്നിക്കണം കേട്ടോ. അപ്പോൾ രാത്രിയിൽ നമ്മൾ എട്ടിലേക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വരുമ്പോൾ കുറച്ച് സന്തോഷമാണ് കേട്ടോ. പിന്നെ മാവ് കലക്കാനൊന്നും നിൽക്കണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ദോശക്ക് മാവും ഇഡ്ഡലിക്ക് മാവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഞാനിത് ഇന്നലെ രാവിലെ പച്ചരി വെള്ളത്തിയിട്ടിരുന്നു കേട്ടോ. പച്ചരി ഉഴുന്നും കൂടി അത് രാത്രിയിൽ അരച്ച് വെച്ചതാണ്. അപ്പോൾ കണ്ടില്ല, നല്ല അത്യാവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഒരു പ്ലേറ്റ് കവുത്തി വെച്ചിട്ട് അതിലേക്ക് ഞാൻ മുകളിലൊരു പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ വെക്കൽ. അപ്പോൾ അതിനെക്കാടി ഉഷാറായിട്ട് തന്നെ പൊങ്ങി ഇങ്ങനെ ചെയ്തപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് മുകളിൽ കുറച്ച് ഭാരത്തിൽ നമ്മളെ കനുള്ള കുക്കർ ഉണ്ടല്ലോ, അതിൽ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടുകാണ്ട് വെച്ചിരുന്നു. കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അത് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരുന്നു. അപ്പോൾ കണ്ടില്ല, മാവെല്ലാം ഉഷാറായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാവ് കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ ദോശ ചൂടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഇഡ്ഡലി തന്നെ ചുടുകയാണ്. അപ്പോൾ മാവ് കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വെള്ളം നന്നായിട്ട് തിളക്കാനാണ് കേട്ടോ. തിളച്ച് വരുന്ന സമയത്താണ് മാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് തീ കുറച്ചാലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും ലോ ഫ്ലെയിം ആക്കി വെക്കരുത്. നല്ല ഇഡ്ഡലി നല്ല ഉഷാറായിട്ട് കിട്ടുള്ളൂ. വെള്ളം തിളച്ചിട്ട് ഇങ്ങോട്ട് ഇരിക്കുന്ന സമയത്താണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ ഇഡ്ഡലി പൊങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സവാള ഉണ്ടല്ലോ മാവിലിട്ട് കൊടുക്കല്. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വിചാരിച്ച് ഉഴുന്നൊക്കെ ചേർത്തിട്ട് അരച്ചതല്ല. അപ്പോൾ എന്തായാലും ഇത് മാവൊക്കെ ഉഷാറായിട്ട് പൊന്തി വരുമല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ വെച്ചിട്ട് പിന്നെ അതൊന്നും ഇട്ട് കൊടുത്തില്ല. അപ്പോൾ അത് പൊടി വെച്ചിട്ട് ഉണ്ടാക്കണതിലുണ്ട് എല്ലാവരും കാണിക്കണമൊക്കെ കണ്ടിട്ടുള്ളത്. പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇത് പച്ചരി ഉഴുന്നൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മാവൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ എന്നാൽ ഞാൻ ഈ നമ്മളെ കോരി ഉണ്ടല്ലോ അതുകൊണ്ട് വെച്ചിട്ട് കണ്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ നിന്നൊക്കെ കണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ സ്പൂൺ കൊണ്ടായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ സ്പൂണൊന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ കണ്ടെടുക്കട്ടെ, ചൂടാറിയാലോ. അപ്പോൾ നമുക്ക് ചൂടാറാനൊന്നും കാത്തിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ രാവിലെ. ഇതിങ്ങനെ ആവണത് പെട്ടെന്ന് ഇങ്ങനെ ചുട്ടെടുത്തിട്ട് നമുക്ക് നേരം ഇങ്ങനെ വെഴുകുമല്ലോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഞാൻ അവിടെ ചുട്ട് റെഡിയാക്കിയിട്ട് നല്ല സ്പോഞ്ച് കട്ട പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ളൊരു ചട്ടിനിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാക്കൊത്തും ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ഒക്കെ ചേർത്തുങ്ങാണ്ടട്ട അരച്ചെടുക്കുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ചമ്മന്തിക്ക് അല്ല പൊട്ടുകടല ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പൊട്ടുകടല ഉണ്ടാവുമ്പോൾ ഞാനത് ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ തീർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാത്ത കാരണം അതൊക്കെ ഞാനിവിടെ ഒന്ന് അരച്ചിങ്ങാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ അതൊന്നുണ്ട് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്തൊരു പാത്രത്തിൽ ആക്കിയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അയക്കുക താളിപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലൊക്കെ ചേർത്തുകൊണ്ട് താളിപ്പും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു ചമ്മന്തി ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഇഡ്ഡലിക്ക്. അപ്പോൾ ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലേക്ക് തേങ്ങയും തക്കാളിയൊക്കെ കൂടി ചേർത്തിട്ടുള്ള ചട്നി ഉണ്ടല്ലോ, അതാണെങ്കിലും നല്ല ഇഷ്ടമാണ്, കുഴപ്പമില്ല കേട്ടോ. അതാണെങ്കിലും അപ്പോൾ അത് വെറൈറ്റി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ടൊക്കെയാണ് ചമ്മന്തി ഉണ്ടാക്കൽ. ദോശയാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. തേങ്ങയും തക്കാളിയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളിയാണ്. പിന്നെ ഇതുപോലെ ചെയ്യും, തക്കാളി സവാളി വെട്ടിയൊക്കെ അങ്ങനെയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. ഇങ്ങനത്തെ ചമ്മന്തികൾ തന്നെയാണ് കേട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നല്ലത് കറീനെക്കാട്ടിയും. അപ്പോൾ ഇടയ്ക്കൊക്കെ തന്നെ മാറ്റി ഉണ്ടാക്കുമ്പോഴേ കുട്ടികൾക്ക് പല രുചിയാകുമ്പോൾ ഒരു മടുപ്പൊന്നും ഉണ്ടാവില്ല. എന്നും ഒരേപോലത്തെ ആകുമ്പോൾ കുട്ടികൾക്കും ഒരു മടുപ്പാണ് ഈ കാരം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോള് കണ്ടില്ലേ ചമ്മന്തിയൊക്കെ ഇങ്ങനെ നാമച്ച് നോക്കണ്. അപ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ ചമ്മന്തി. പക്ഷേ ഓൾക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ ഇട്ട് കൊടുത്തിരുന്നു, അതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഓൾ ഇങ്ങനെ ഇരിക്കുക തന്നെ. പിന്നെ നമ്മളിത് ഉച്ചക്കൊക്കെയുള്ള ഒരുക്കങ്ങളാണിത്. അപ്പോൾ ഇന്ന് ഒക്കെ കൊടുത്തിട്ടുള്ളത് മീനുണ്ട് കേട്ടോ. മീൻ ഇന്നലെ കൊടുന്നതായിരുന്നു. ഞാനതവിടെ ഐസ് പോകാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊടുന്ന ഒന്നാണ്. അപ്പോൾ അതെന്താണ് കൊടുന്നതെന്ന് വെച്ചാൽ മത്തൻ്റെ ഒരു കഷ്ണമുണ്ട്, പിന്നെ ചക്കരക്കിഴങ്ങാണ് കേട്ടോ. ചക്കരക്കിഴങ്ങ് തന്നെ ഞാൻ അതിന് പറയാം, മധുരക്കിഴങ്ങ് എന്നറിയില്ല അത് കേട്ടോ. അപ്പോൾ അത് നമ്മളെ ചോറുക്കല്ല, അത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുഴുങ്ങിയെടുത്താൽ എപ്പോൾ വേണമെങ്കിലും കഴിക്കട്ടോ. വൈകുന്നേരത്തിനാണെങ്കിലും എപ്പോൾ ആണെങ്കിലും ഞാൻ വൈകുന്നേരത്തിന് പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ച്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ വേറെ ചായക്കടിക്ക് ഉണ്ടായപ്പോൾ അതവിടെ ഇരുന്ന് കേട്ടോ. അപ്പോൾ പിന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ വെച്ച്. മത്തനാണെങ്കിൽ നല്ല മൂത്തിട്ടുള്ള പഴുത്തിട്ടുള്ള മത്തനാണ്. അപ്പോൾ ഈ മത്തനൊക്കെ ഉണ്ടല്ലോ, നമ്മളെ മൺപയർ വേവിച്ചെടുത്തിട്ട് അതിക്ക് രാഗിയും
ഇതൊക്കെ ചേർത്തിട്ട് മധുരം ഇട്ടിട്ട് ഒരു വിരകൽ നല്ല ശർക്കര ഒക്കെ ഇട്ടിട്ട്, ശർക്കര എന്ന് പറഞ്ഞാലും ചിലവർക്ക് മനസ്സിലാവില്ല കേട്ടോ, ബെല്ലം എന്നൊക്കെ അല്ല ബെല്ലം പറയുന്നത്. പക്ഷെ ഞാനങ്ങനെ ശർക്കര എന്ന് തന്നെ കേട്ടോ പറയാം. അത് നമ്മളോരോന്നും നമ്മൾക്ക് ശീലമായത് അതന്നെയല്ലേ നമ്മളെ വായിൽ വരുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടുകാരൊക്കെ ക്ഷമിക്കണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഈ കുക്കറിൽ കുറച്ച് ചെറുപയറുണ്ടായിരുന്നു, അത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് അതിൽ ലേശം വെള്ളമാക്കിയിട്ട് അതിക്കാട്ടെ ഞാനിത് ഈ മത്തനൊക്കെ മുറുക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ മത്തനെലിശ്ശേരി ഉണ്ടാക്കില്ല, അതുപോലെ ഞാൻ പയറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്ത് കാണ്ടതാ ഒന്ന് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കാണ്ട് ഒന്ന് കുക്കറൊക്കെ ഒന്ന് അടച്ചിട്ട് നമുക്ക് ഒരു 4-5 വിസിലൊക്കെ തന്നെ അടുപ്പിച്ചെടുത്തിട്ട് മത്തനെ വേവിച്ചിട്ട് ഉടക്കാതെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. അപ്പം ഞാനിങ്ങനെ ഉണ്ട് ഉടച്ചെടുത്തിട്ട് കൂട്ടാൻ പോലെ ആക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ ഈ കുക്കറിൽ കുറച്ച് കഞ്ഞി വെച്ചിരുന്നു, കുറച്ച് തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിന് ഒരു പാത്രം കഞ്ഞി വെക്കൂട്ടോ, അത് 2 നേരം എന്ന് പറഞ്ഞ പോലെ കൊടുത്തു നോക്കുള്ളൂ. അത് തന്നെ ഓൾക്ക് കുടിക്കൂല കേട്ടോ. ഉച്ചക്കൊന്ന് കൊടുത്താൽ പിന്നെ രാത്രി ഈ ചോറൊക്കെ ഉണ്ടല്ലോ കുട്ടികൾ കഴിക്കുക, ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് അതൊന്നും ഓൾക്ക് പറ്റണില്ല കേട്ടോ. ഉപ്പേരിയൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓളിങ്ങോട്ട് തുപ്പിക്കളിയാണ് കേട്ടോ, വയലൊക്കെ തട്ടുമ്പോൾ ഒന്നും പറ്റണില്ല. പിന്നെ അങ്ങനെ വേറെ എന്നാണ് അവൻ്റെ കുട്ടി ചോറൊക്കെ കഴിക്കുക ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് എന്ന്. പക്ഷെ ഓൾക്ക് അതൊന്നും പറ്റണില്ല. ഓൾ ഓരോന്നിനും വാശി പിടിക്കുക. ഓൾ ഇട്ട ഡ്രസ്സൊക്കെ ഊരിയിട്ട് വേറെ ഒരു കൊട്ടയെന്ന് ഓളെ ചെമ്മിയൊക്കെ എടുത്തുകൊടുങ്ങാണ്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടെടുത്തത് പറ്റണില്ല കേട്ടോ. അപ്പോൾ ഓളെന്നെ ആ ചെമ്മി ഇട്ടിട്ട് അത് കൈ ശരിക്കും പോലെ പോവാഞ്ഞിട്ട് അവിടെ നിന്ന് കരയുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ടാണ്. അപ്പോൾ അതൊക്കെ അമ്പരം പറിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഇവിടെ അടുക്കളയ്ക്ക് കൊണ്ട് ചോറ് ഊറ്റാൻ വന്നിങ്ങനെ, അപ്പോൾ പിന്നെ അവിടെ വന്നിട്ട് എന്തൊക്കെ വാശി പിടിച്ചിട്ട് അവിടെ താഴത്തിരിക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ അതാ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ മൺകുടുക്കയിൽ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊരു ദിവസം കൂടി റെസ്റ്റ് കൊടുത്താണ്, അപ്പോൾ മയക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ടില്ല, അപ്പോൾ നാളെ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മോള് കരഞ്ഞിങ്ങാണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓളെ ഇതിനൊന്നും നിൽക്കണില്ല, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയോ അവിടെ നിന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്തു നിന്നൊക്കെ തെറ്റിപ്പോകുകയാണ് കേട്ടോ അവന്. അപ്പോൾ എന്താ മീനുണ്ട് കിട്ടിയിട്ടുള്ളത്, അയിലയാണ്. ഇന്നലെ രാത്രി കൊടുന്ന് വെച്ചാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഒന്നും മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഞാൻ രാത്രി തന്നെയാണ് മുറിച്ച് വെക്കൂട്ടോ. എന്നാൽ നേരം വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പണിയും കൂടി തിരക്കാണ് ഈ കാരല്ലോ, അപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ രാത്രി എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ മീൻ മുറിക്കുക എന്ന് പറഞ്ഞാലേ. ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, പിന്നെ ആരപ്പം ചെയ്യാനെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ തന്നെ ഉണ്ട് ചെയ്യും കേട്ടോ. പിന്നെ നമ്മളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് മീൻ മുറിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നതിൻ്റെ ശേഷം പിന്നെ മീൻ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മ ഇന്ന് മുറിച്ചാൽ നീന്നത്. ഉമ്മാക്ക് പിന്നെ വയ്യാതായി മരിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ മീൻ മുറിക്കൽ തുടങ്ങിയിട്ടുള്ളത്. അതുവരെ മീനൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മീൻ മുറിക്കുന്നത് വലിയൊരു ചിപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ മീൻ എടുത്താലും കൈമ മുറിയാവും കേട്ടോ. അപ്പോൾ ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. അപ്പോൾ അതിന് എനിക്കൊരു പണി കിട്ടുകയും ചെയ്യും. എനിക്കൊരു പണി കിട്ടുകയെന്ന് പറഞ്ഞാൽ കത്തി അപ്പം തട്ടും കേട്ടോ. എപ്പോൾ മീൻ മുറിക്കാടുത്താലും കത്തി കൈമ തട്ടും. അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ മീൻ ഇങ്ങനത്തെ അയിലെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ്. വേറെ ചെറിയ ഐറ്റം മീനുകളുണ്ടല്ലോ, അതൊക്കെയാണ് വലിയ ദേഷ്യമാണ്, കുറേ നേരം നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ മുറിക്കാൻ ചിലവർക്ക് നല്ല ഇഷ്ടമാവില്ലേ. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്തൊരു പണിയാട്ടോ മീൻ മുറിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിതാ മീനൊക്കെ മുറിച്ചെടുത്ത് കാണ്ട് അതിൻ്റെ തല ഒന്നും എടുക്കാതെ അതിൻ്റെ കയമ്പൊക്കെ എടുത്ത് പൊരിക്കുകയാണ് കേട്ടോ. കുറച്ച് ഒരു മീനും തലയൊക്കെ കൂടെ ചേർത്തിട്ട് ഒരു മുളക് കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പയറൊക്കെ ഒരു 3-4 വിസിലൊക്കെ അടിച്ചിരിക്കണം കേട്ടോ. 4 വിസിലടിച്ചതിന് ശേഷം അത് ഓഫാക്കിയിട്ട് അപ്പോൾ ഈ പയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടില്ല. പിന്നെ അതുപോലെ മത്തനക്കും അധികം വേവൊന്നുമില്ല കേട്ടോ. ഞാൻ എന്നാലും 4 വിസിലൊക്കെ അടുപ്പിച്ചിരിക്കണം, ഒന്നും കൂടി നന്നായിട്ട് ഒന്നാണ്ട് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഉണ്ട് വെന്തുടയുന്നതാണ് കൂട്ടാനൊക്കെ ആണെങ്കിൽ ഇഷ്ടം. ഈ ഇങ്ങനെ അതിലിങ്ങനെ കടിക്കണതും ഒന്നും ഇഷ്ടമല്ല. ചിലവരാണെങ്കിൽ മത്തനൊക്കെ ആണെങ്കിൽ മുടക്കൂല കേട്ടോ, കഷ്ണമായി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഒക്കെ പിന്നെ ഇന്നലെ ചിരകിയത് തന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിവിടെ ഇക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ കൊണ്ട് ചിരകാൻ പറയും കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകാൻ ഇഷ്ടമാണ്. പിന്നെ ചിലവർക്ക് ഓരോരുത്തർക്കും ഓരോ പണിയാണല്ലോ. അവർക്ക് അടുക്കളത്തെ പണി അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. തേങ്ങ ചിരകാൻ, കോഴിമുട്ട പൊരിക്കാൻ അങ്ങനത്തെ പണിയുള്ളൂ നിച്ചുള്ളൂ കേട്ടോ. വേറെയുള്ള പണികളൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ തേങ്ങ ഏതായാലും ഉണ്ടാവുമ്പോൾ ചിരകി തരും. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ചിരകിയുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നാളേക്കൊക്കെ ഒരു ഉപകാരമാവുമല്ലോ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് എടുത്ത് വെച്ചിരുന്നു. അതിൽ ചീനമുളകും ചെറിയ ഉള്ളിയും
ചെറിയ ജീരകമൊക്കെ ചേർത്തുകൊണ്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ ഈ അരച്ചെടുക്കുമ്പോൾ അതിൽ പച്ചമുളകും അതുപോലെ ഈ കറിവേപ്പിലയും ഒക്കെ ചേർത്തുകൊണ്ടുണ്ട് അരച്ചെടുക്കണം. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അധികം താളിപ്പൊന്നും വയ്ക്കണമെന്നില്ല അങ്ങനെ തേങ്ങ അരച്ച കൂട്ടാനിക്ക്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് താളിപ്പം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു കൂട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ചോറുക്ക് കറിയൊന്നും ആവശ്യമില്ല. കറിയില്ലാതെ തന്നെ ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടോ. അപ്പോൾ ഞാനിതാ കടുകൊക്കെ പൊട്ടിച്ചിട്ട് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് താളിപ്പം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.